നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മീനു ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടാ, ശ്രീദേവി ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കില് തെറ്റ് ചെയ്ത് ആരാന്നറിയാലോ അവിടെ കൂടുതൽ. ശ്രീദേവി ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെയാണ്. അവരാണ് ആ ഫ്രോഡ് തരം കാണിച്ച്. അതിന്റെ പേരിൽ ചേച്ചി ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ദേവി ചേച്ചി പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയണില്ല. പക്ഷേങ്കില് അവരങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ദേവി ചേച്ചിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ദേവി ചേച്ചി ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൂട്ടിയത്. അതിന്റെ പേരിൽ ആനന്ദേട്ടൻ ദേവി ചേച്ചി ഉപേക്ഷിക്കരുത്. മീനു, നിനക്ക് എന്താ അറിയാം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്? നിനക്കറിയാവോ? ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഞാനും ദേവി ഒരുമിച്ച് ഒരു മുറി കഴിഞ്ഞവരാ. ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയോ ചില സമയങ്ങളിൽ. ഈ പറയുന്ന അവര് ദേവിയുടെ വീട്ടുകാർ എന്തുകൊണ്ട് എന്റെ മനസ്സ് കണ്ടില്ല, എന്റെ വേദനകളും വിഷമങ്ങളും കണ്ടില്ല? അവർക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നല്ലോ. തുറന്നു പറയുവാണെങ്കിൽ നല്ല അന്തസ്സോട് കൂടിയിട്ട് അവളുടെ കഴുത്തി ഞാൻ താലി ആർത്തുമായിരുന്നല്ലോ. അതിനു പകരം അവരെന്താ ചെയ്തത്? എന്നെ ചതിക്കുമായിരുന്നില്ലേ ചെയ്തേ? അത് ശരിയാണ് ചേട്ടാ, ദേവി ചേച്ചിയും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവരോടൊപ്പം നിന്നു. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ? ജീവിതം മീനു, അത് ഒരാൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല. നിനക്കറിയാലോ ഞാൻ ദേവിയെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. എന്റെ കമ്പനിയിലൊക്കെ ആണെങ്കിലും ദേവിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചില സമയത്ത് എന്റെ കൂട്ടുകാരോടൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് വാതോരാതെ ദേവിയെക്കുറിച്ച് പറയും. അങ്ങനെയുള്ള എനിക്കാണ് ഒടുവില് ഇങ്ങനൊരു ചതി പറ്റിയത്. എല്ലാവരുടെ മുമ്പില് ഞാൻ ഒന്നുമല്ലാതായി തീർന്നു. ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് മീനുവിനറിയാവോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു പക്ഷെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. എന്നിട്ടും അവൾ എന്റെ മുന്നിൽ അതിവിദഗ്ധമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നേ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരിക്കലെങ്കിലും അവൾക്ക് എന്നോട് തുറന്നു പറയായിരുന്നു. ഞാൻ ഈ സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേങ്കില് അതിന് ശേഷമാണ് അവൾ എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഞാനിതെല്ലാം കണ്ടെത്തിയതിന് ശേഷം. പക്ഷെ എന്നിട്ട് ഞങ്ങൾ മുറിയെ ജീവിച്ചു. ഞാൻ കരുതിയത് ഞാൻ കാരണം ഇനിയിപ്പോൾ ആരുടെ മനസ്സ് വേദനിക്കരുതെന്നാ. അങ്ങനെ കരുതിയിട്ട് ഇത്രയും നാളും ജീവിച്ച് ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം ആനന്ദേട്ടൻ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആനന്ദേട്ട. ശ്രീദേവി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം, ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി. മീന് പോയിക്കോ, സമയം ഇത്രയല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോ. അല്ല ആനന്ദേട്ട, ഒരു മറുപടി കിട്ടുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അധികം വൈകാതെ അതൊക്കെ മീനുവിന് അറിയാണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്താണെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മീനു ആനന്ദനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പോയി പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ദേവിയുടെ ഇടയിലേക്ക് കൊടുത്തു. ദേവി അതിങ്ങനെ മറിച്ച് നോക്കണം. എന്താ, നീ വല്ല ലോട്ടറി എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടും കാര്യമൊന്നുമില്ല മോളെ, നമ്മുടെ സമയം ഇപ്പൊ ശരിയല്ല, സമയദോഷ, അടിക്കാനൊന്നും പോകുന്നില്ല. അച്ഛാ അതൊന്നും അല്ല, ഞാൻ ജോലി ഒഴിവുണ്ടോന്ന് നോക്കുക. അപ്പം നീ എന്നെ വല്ല സെക്യൂരിറ്റി പണിക്കും വിടാനാണോ? ദേ, ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല കേട്ടോ. മഞ്ഞ് വീഴ്ച എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വല്ല അസുഖമൊക്കെ പിടിക്കും. ഓ, അച്ഛനെ ജോലിക്ക് വിടുന്ന കാര്യമല്ല, ഞാൻ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് പറയാം. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. കണ്ടില്ലേ, ഒരൊഴിവ് പോലും ഇല്ല. അതെങ്ങനെ? 10ാം ക്ലാസ് മാത്രമേ എനിക്കുള്ളൂ. വല്ല ഡിഗ്രി എങ്കിലും ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയേനെ എന്റെ മോളെ. ഇപ്പൊ പിന്നെ വലിയ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രീദേവി പറഞ്ഞു, അതെ, പല കമ്പനികളിൽ നിന്നും പലരെയും പിരിച്ചുവിട്ടോണ്ടിരിക്കുമല്ലേ. അതെ, എന്റെ കമ്പനി തന്നെ നഷ്ടത്തിലാ. എത്ര കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? കമ്പനിയോ? ഇത് അച്ഛാ, വെറുതെ അനാവശ്യം പറയരുത് എന്റെ മോളെ. കള്ളത്തരം പറഞ്ഞ് ചിലപ്പോ വീട്ടിലാന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു. അതുകൊണ്ടാണ് ഇല്ലാത്ത കമ്പനി ചിലപ്പോ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നിപ്പോ. എന്ത് ചെയ്യാനാ, എന്റെ അവസ്ഥ ഇതായിപ്പോയി. ശ്രീദേവി പറഞ്ഞു, എന്തേലും ജോലി വേണം. ആര് ജോലിക്ക് പോകുന്നതിനെ കുറിച്ചാ പറയണേ? അത് ചോദിച്ചോണ്ട് ശ്രീകല അങ്ങോട്ട് വന്നു. ദേവി പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകാനായിട്ട്. നീ ജോലിക്ക് പോകാനോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ കഴിയുന്നാ പറയണേ? എടി, നീ ജോലിക്ക് പോയിട്ട് ഇവിടെ കഴിയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടായിക്കൊണ്ട് വാ. എടി, നീ അവിടേക്ക് പോണം. ആനന്ദിന്റെ ഭാര്യയല്ലേ നീ. ആനന്ദേനെ കുറിച്ച് അമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ. എടി, നീ വിഷമിക്കൊന്നും വേണ്ട. ആനന്ദ് നിന്നെ ഈ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകും. നല്ല കഥയായി. അമ്മ ആരെ കുറിച്ചാ പറയണേ? ആനന്ദേട്ടനെ കുറിച്ചോ? ഞാൻ ചെയ്ത തെറ്റൊന്നും അത്ര പെട്ടെന്നൊന്നും ആനന്ദേട്ടൻ ക്ഷമിക്കാനും പൊറുക്കാനും പോകുന്നൊന്നുമില്ല. എടി മോളെ, ഈ ശ്രീകല ഒരു കാര്യം പറഞ്ഞത് തന്നെയാ. നിന്നെ വന്ന് വിളിച്ചോണ്ട് പോകും. നീ ആ വീട്ടിൽ ആനന്ദിന്റെ ഭാര്യയായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നീ കണ്ടോ. പക്ഷേങ്കില് ശ്രീദേവിക്ക് ആ കാര്യത്തില് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീകല വെല്ലുവിളിക്കുന്ന മട്ടിലാണ്
ശ്രീദേവിയോട് അത് പറയണേ. ശ്രീദേവി ഓർത്തിനി ഇപ്പൊ അമ്മയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. അതെനിക്ക് കുരിശായിട്ട് വരുമെന്നുള്ള കാര്യം ശ്രീദേവിക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഈ സമയത്ത് മിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മിത്രയുടെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആരും ചോദിച്ചു, എന്താ മിത്രേ? അത് പിന്നെ ഉണ്ടല്ലോ, ഞാനേ ദേവി ചേച്ചിയെ കുറിച്ച് ആനന്ദേട്ടനെ കുറിച്ച് ഓർത്തെ. അവർ രണ്ടുപേരും ഒന്നാകുമായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ആനന്ദേട്ടൻ്റെ അടുത്ത് ചെന്ന് മീനി ചേച്ചി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആനന്ദേട്ടന് ശ്രീദേവി ചേച്ചിയെ കുറിച്ച് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല. അതെങ്ങനെയാ മിത്രേ? കാരണം അറിയാലോ, ആനന്ദേട്ടൻ എത്രമാത്രം സഹിച്ചെന്നുള്ള ആനന്ദേട്ടനെ അറിയത്തുള്ളൂ. ഓരോരുത്തരും അനുഭവിച്ച വേദനയുടെ ആഴം എത്താന്ന് അറിയണമെങ്കിൽ അത് അവരവർക്ക് മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നും അറിയത്തില്ല. അപ്പോഴേക്കും മിത്ര എത്രയാന്ന് പറഞ്ഞാൽ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ ആയിരുന്നല്ലോ. അതോടൊപ്പം തന്നെ അറിയാലോ, ശ്രീദേവി ചേച്ചിക്ക് ഇവിടെ നമ്മളെല്ലാവരും ഭയങ്കര കാര്യമായിരുന്നു. ദേവി ചേച്ചി ഇവിടേക്ക് വരണം, എങ്ങനെയെങ്കിലും അതിന് ആനന്ദേട്ടനോട് നമുക്കൊന്ന് സംസാരിച്ചാലോ. ആനന്ദേട്ടനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് എങ്ങനെ പോകാനാ? എനിക്ക് ആനന്ദേട്ടൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ പറ്റില്ല. കാരണം ആനന്ദേട്ടൻ തിരിച്ച് എന്താ പറയണമെന്ന് പോലും അറിയില്ല. ഒരു പക്ഷെ നമുക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കാ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയില്ല. അതെ, ഞാനൊരു കാര്യം പറയാം ആര്യ. ഇവിടുത്തെ അങ്കിളും ആന്റിയൊക്കെ ആഗ്രഹിക്കുന്ന എന്താ, അല്ല അങ്കിളും അപ്പച്ചയൊക്കെ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാലേ, ആനന്ദേട്ടൻ ദേവി ചേച്ചി ഒന്നാവണമെന്നാ. അവര് പുറമെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കും, അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ കാണും. പക്ഷേങ്കില് എന്ന് പറഞ്ഞാൽ ഇവിടെ തീരുമാനം എടുക്കേണ്ട ആൾ ആനന്ദേട്ടനല്ലേ. ആനന്ദേട്ടൻ പറയുന്ന വാക്കിനപ്പുറം എനിക്കൊന്നുമില്ല. ആനന്ദേട്ടനൊപ്പം നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ. ആര്യ, നമുക്ക് അവരെ ഒന്നിപ്പിക്കണ്ടേ? അവരൊരു കാരണവശാലും പിരിയാനായിട്ട് പാടില്ല. ദേവി ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളെ ദ്രോഹിക്കണമെന്ന് കരുതി ചെയ്തതല്ല. ദേവി ചേച്ചിയുടെ വീട്ടുകാരോടൊപ്പം നിന്നതാ, അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. ആയിരിക്കാം, പക്ഷെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ മിത്രേ? മിത്രയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിക്കണം എന്നാണ് മിത്രയുടെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ദേവി ചേച്ചിയോട് തെറ്റ് ചെയ്തു, അതിന്റെ ബലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കണേന്നും അറിയാം. ഇതേ സമയത്ത് ധർമ്മന്റെ കട ഉദ്ഘാടനത്തിന് പോകാനായിട്ട് എല്ലാവരും കൂടെ ഒരുങ്ങി. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അല്ല അവിടെ ചെന്ന് ദേവമംഗൾ താരോടൊന്ന് പറയണ്ടേ, അതല്ലേ എന്റെ മര്യാദയെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു, ഇപ്പൊ നീ പറയാനൊന്നും പോണ്ട. ഇത് കേട്ടോണ്ടൊന്ന് അച്ഛനും പറഞ്ഞു, എത്ര കിട്ടിയാലും പഠിക്കില്ല, കണ്ടില്ലേ? അപ്പോഴേക്കും അലോ വന്നിട്ട് പറഞ്ഞു, കൊച്ച അതൊക്കെ പിന്നീട് പറയാ, ആദ്യം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, ആദ്യം ഉദ്ഘാടനം, അതിനുശേഷം മാത്രം മതി ബാക്കി കാര്യങ്ങൾ. വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ട് കാറിൽ കയറി പോകണം. ആ സമയത്ത് ഗോമതി കണ്ടത്. എല്ലാരും കൂടെ അങ്ങോട്ടാ, വല്ല കല്യാണത്തിന് പോകണോ? അങ്ങനെയാണെങ്കിൽ അമ്മ പറയേണ്ടതായിരുന്നല്ലോ, അമ്മയൊന്നും പറഞ്ഞില്ലോ എന്നൊക്കെ ഗോമതി മനസ്സ് കരുതി. എന്തേലും ആട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരൊടുവിൽ ഇന്ദിരാ സ്റ്റോഴ്സിന് മുന്നിലേക്ക് എത്തി. അവിടെ വന്ന് കാറിൽ ഇറങ്ങുമ്പോഴത്തേനും രാജശ്രീക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇങ്ങ് നോക്കിയാമേ, ഇന്ദിരാ സ്റ്റോഴ്സ് ഇന്ദിരാമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോഴാണ് ധർമ്മൻ ഇറങ്ങുന്നത്. ധർമ്മൻ ഇറങ്ങിയിട്ട് അവിടെ നോക്കി, ഈ രണ്ട് കട അപ്പുറയല്ലേ ഗോമതി സ്റ്റോഴ്സ് ഉള്ള, എന്ത് പരിപാടി ഏട്ടന്മാരെ കാണിച്ചെന്ന് ചോദിച്ചു. ആരെന്ന് പറഞ്ഞു, എടാ ദേ വേണ്ട, കൂടുതൽ പറയണ്ട. അപ്പം നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നില്ലേ? വെറുതെ അല്ല നിങ്ങൾ എന്നോട് കട എവിടെയായിരുന്നു പറയാതിരുന്നേ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ദേ നിങ്ങൾ ഉദ്ഘാടനം നടത്തുവോ, കട നടത്തുവോ, എന്ത് വേളം ചെയ്തോ, എന്നെ ഇതിനകത്ത് പിടിച്ചു കെട്ടേണ്ട കാര്യമില്ല. അപ്പോഴേക്കും അലോ പറഞ്ഞു, കൊച്ചച്ച ആരാ നിന്റെ കൊച്ചച്ചൻ? അങ്ങനെ നീ കൊച്ചച്ചനാന്ന് എന്നെ കരുതുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമായിരുന്നോ? ഈ കട എവിടെയായിരുന്നു നിങ്ങൾ എന്നോട് പറയില്ലായിരുന്നോ? ഇത് ശരിക്കും ഗോമതി സ്റ്റോഴ്സിനോട് പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതല്ലേ? എന്നെ അതിന് കിട്ടില്ല. നിങ്ങൾ എപ്പോഴും പറയൂലോ ഗോമതി സ്റ്റോഴ്സിനോടാ എനിക്ക് കൂറുന്ന. അതെ, ഞാൻ അവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്ന, എനിക്ക് അവരെ വിട്ടിട്ട് ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം അവരോട് ഈ നെറികേട് കാണിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾക്കൊക്കെ അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ട്, നിങ്ങൾ അത് ചെയ്തു, പക്ഷെ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അച്ഛനും പറഞ്ഞു, അവനെ വിട്ടേക്കേട്ടാ, അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവനൊന്നും പറഞ്ഞിട്ടില്ല. ഗോമതി സ്റ്റോഴ്സുകാരൻ നമ്മുടെ മുഖത്ത് കരിവാരി തേക്കുന്ന കാണാൻ വേണ്ടിയിട്ടല്ലേ അവന് താല്പര്യം. അവരോടല്ലേ ഇപ്പോഴും സ്നേഹവും ബഹുമാനവും ഒക്കെ. ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു, അതെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ, എന്താണല്ലോ എന്നെ ഇതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേന് സുകന്യ പറഞ്ഞു, അവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ച് ഇത്ര വാദോരാതെ പറയുന്നുണ്ടല്ലോ, പക്ഷെ അവര് നമ്മളോട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ധർമ്മന് സുകന്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. ഇനി ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. ധർമ്മം കടയിൽ കാണത്തിന് നിൽക്കുവോ പോകുമോ എന്നൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.